ദൗത്യത്തിന്റെ ഒരു സുപ്രധാന ഘട്ടം പിന്നിട്ട് കഴിഞ്ഞിരിക്കുന്നു. പക്ഷേ ആന മയങ്ങി വീണതാണ്. അതിന്റെ ആരോഗ്യസ്ഥിതി എങ്ങനെയെന്നൊന്നും നമുക്ക് പറയാൻ കഴിയില്ല. അതിനെ രക്ഷപ്പെടുത്താനുള്ള ഒരു വലിയ ദൗത്യമാണ്. പക്ഷേ എന്താണ് സംഭവിക്കാൻ പോകുക എന്ന് നമ്മുടെ മുമ്പിലും ഇപ്പോഴും അവ്യക്തമാണ്. എന്താണ് ഇപ്പോൾ നടക്കുന്നത്? ഈ ക്രെയിൻ അങ്ങോട്ടേക്ക് എത്തിക്കാനുള്ള ഒരു ശ്രമം എങ്ങനെ പോകുന്നു? ആനയുടെ ഒരു ആരോഗ്യസ്ഥിതിയെ കുറിച്ച് ഒരു എന്തെങ്കിലും വിവരങ്ങൾ വനവകുപ്പ് നൽകുന്നുണ്ടോ? തീർച്ചയായിട്ടും ഇപ്പോൾ ഒരു ആശങ്കയായിട്ട് നിൽക്കുന്ന ആനയുടെ ആരോഗ്യസ്ഥിതിയാണ്. സാധാരണഗതിയിൽ നമ്മൾ കണ്ടിട്ടുള്ള ഓപ്പറേഷനിലൊക്കെ മയക്കുവെടി ഏൽക്കുന്ന ആന അത് സ്റ്റാൻഡിംഗ് പൊസിഷനിലാണ്, അത് നിൽക്കുകയാണ് ചെയ്യാറുള്ളത്. അത് വീണ് ഉണ്ടായിട്ടില്ല. ഇപ്പോൾ അരിക്കൊമ്പനെ ആയാലും PT7 ആയാലും അങ്ങനെയുള്ള മറ്റാനകളെയൊക്കെ മയക്കുവെടി വെച്ച് പിടിച്ചപ്പോഴും ഈ ആനയെ തന്നെ നേരത്തെ മയക്കുവെടി വെച്ച് പിടിച്ചപ്പോഴും ആന ഒരു സ്റ്റാൻഡിംഗ് പൊസിഷനിൽ തന്നെ നിൽക്കും. അതിനുശേഷമാണ് തുടർ ചികിത്സ നൽകുക, അല്ലെങ്കിൽ ഈ കുങ്കിയാനകൾ ഉപയോഗിച്ച് വണ്ടിയിലേക്ക് കയറ്റി മറ്റു സ്ഥലത്തേക്ക് കൊണ്ടുപോയൊക്കെ ചെയ്യുന്നത് കണ്ടിട്ടുള്ളത്. പക്ഷേ ഇവിടെ അതിൽ നിന്ന് വ്യത്യസ്തമായി വെടിയേറ്റ ആന വീണിരിക്കുകയാണ്, മയങ്ങി വീണിരിക്കുകയാണ്. അത് മയങ്ങി വീണതാണോ അതോ ആരോഗ്യം ക്ഷയിച്ച് വീണു പോയതാണോ എന്നത് വ്യക്തമാക്കേണ്ടതുണ്ട്. അതായത് ഇതിൻ്റെ ആരോഗ്യസ്ഥിതി സംബന്ധിച്ചൊരു ആശങ്ക ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. നമ്മൾ ദൃശ്യങ്ങളിലൊക്കെ കാണുന്നത് 3 കുങ്കിയാനകൾ മാത്രമാണ്. ഈ വെടിയേറ്റ ആനയെ നമുക്ക് കാണുന്നില്ല. നമ്മളിപ്പോൾ ഫൈസൽ ചെയ്യണം, നമ്മുടെ ഇവിടുത്തെ പ്രതിനിധിയാണ്. ഫൈസൽ, നേരിട്ട് കണ്ടതാണല്ലോ ഈ ആന മയങ്ങി വീഴുന്നത്. ഈ ആനയുടെ ഒപ്പം ഉണ്ടായിരുന്നത് കുങ്കിയാനയായിരുന്നു അത് കാട്ടാനയായിരുന്നു? ഇല്ല, ഏറെ വൈകാരികമായ ഒരു രംഗമാണ് ഇവിടെ സാക്ഷ്യം വഹിച്ചത്. ഈ ആനയുടെ കൂടെ ഈ ഏഴാറ്റുമുഖം ഗണപതി എന്ന് പറയുന്ന ഒരു ആനയായിരുന്നു. ആനയെ ഇന്ന് രാവിലെ പുഴയിലാണ് ഈ ആനയെ ആദ്യം സ്പോട്ട് ചെയ്തത്. അപ്പോഴും ഈ ഏഴാറ്റുമുഖം ഗണപതി ഈ ആനയുടെ കൂടെ ഉണ്ടായിരുന്നു. മയക്കുവെടി ഏറ്റതിന് ശേഷവും ഈ ആന മയങ്ങി വീഴാതിരിക്കുവാനായിട്ട് ഇതിൻ്റെ മസ്തകത്തോട് തുമ്പിക്കൈ ചേർത്ത് പിടിച്ചുകൊണ്ടാണ് ഏഴാറ്റുമുഖം ഗണപതി എന്നിരുന്നത്. അതിനുശേഷം ഏകദേശം ഒരു 5-10 മിനിറ്റ് എന്നതിന് ശേഷം ഈ ആനയ്ക്ക് ഈ ഭാരം താങ്ങാൻ കഴിയാതെ വന്നപ്പോൾ ഈ ആന മറഞ്ഞു വീഴുകയായിരുന്നു. കുങ്കിയാനയും അരുൺ ഡോക്ടറും അതിനുശേഷമാണ് ഇവിടേക്ക് എത്തിയത്. കഴിഞ്ഞ വട്ടം മയക്കുവെടിച്ച സമയത്തും ഫൈസലുണ്ടായിരുന്നല്ലോ. ആ സമയത്ത് മയക്കുവെടിയേറ്റ ഈ മസ്തകത്തിൽ പരിക്കേറ്റ ആന നിൽക്കുകയല്ലേ ചെയ്തിരുന്നത്? നിന്നുകൊണ്ടാണല്ലോ പിന്നെ ചികിത്സയൊക്കെ ചെയ്തത്. കഴിഞ്ഞ പ്രാവശ്യം മയക്കുവെടി വെച്ചപ്പോൾ ഈ ആന ഓടുകയായിരുന്നു. ഈ പ്രാവശ്യം പക്ഷേ മയക്കുവെടി വെച്ചപ്പോൾ വളരെ സാവധാനം നടന്നു വന്ന് പ്ലാന്റേഷൻ 17-ാം ബ്ലോക്കിലെ എണ്ണപ്പനത്തോട്ടത്തിൽ, യാർഡിന് സമീപമുള്ള എണ്ണപ്പനത്തോട്ടത്തിലാണ് ഈ ആന നിലയുറപ്പിച്ചത്. വളരെ ശാന്തനായിരുന്നു. കഴിഞ്ഞ പ്രാവശ്യം ആനയെ മയക്കുവെടി വെച്ചതിന് ശേഷം സ്റ്റാൻഡിംഗ് പൊസിഷനിൽ നിർത്തിയാണ് ആനയെ ചികിത്സിച്ചിരുന്നത്. പക്ഷേ ഈ പ്രാവശ്യം അതിൻ്റെ ഒന്നും ആവശ്യം വന്നില്ല. ആനയുടെ ആരോഗ്യസ്ഥിതി അതീവ മോശമാണെന്ന് തന്നെയാണ് ഇതിൽ നിന്ന് മനസ്സിലാക്കാൻ കഴിയുന്നത്. ആശങ്ക തന്നെ നിൽക്കുന്നുണ്ടല്ലോ, അതിൻ്റെ ഒരു ജീവന ഭീഷണിയായിട്ട് തന്നെ അല്ലേ? ഉറപ്പായും. കാരണം ഈ ആനയ്ക്ക് മയക്കുവെടി വെച്ച് ഏകദേശം 1 മാസം തികയുന്നതിന് മുമ്പ് തന്നെ അടുത്ത മയക്കുവെടി ഏറ്റിരിക്കുകയാണ്. നിലവിൽ ആനയ്ക്ക് മസ്തകത്തിൽ മുറിവും ഇതിൽ പഴുപ്പും ആനയുടെ ആരോഗ്യനില വളരെ ആശങ്കയിലുള്ള സമയമാണ്. നേരത്തെ എടുത്തൊരു വിഷ്വൽ നമ്മൾ കാണിച്ചു തന്നിരുന്നല്ലോ. അതിനകത്ത് ആനയുടെ ഈ മുറിവ് പറ്റിയ സ്ഥലത്ത് കൂടെ പൊടിയും അല്ലേ, മണ്ണും എയറും ഒക്കെ വരികയാണ് അല്ലേ? അതെ. ഈ ആന ഭക്ഷണം വെള്ളം കുടിക്കുമ്പോഴും ഈ മസ്തകത്തിലെ മുറിവിലെ വേദന സഹിക്കാൻ പറ്റാതെ ഈ മസ്തകത്തിലേക്ക് മണ്ണ് വാരിയിടുന്നതും എല്ലാം ഈ ആന ശ്വാസം വിടുമ്പോൾ ആനയുടെ വായുകുംഭം വഴിയാണ് പുറത്തേക്ക് വരുന്നത്. അത് വളരെ കാണുമ്പോൾ തന്നെ നമുക്ക് ഭയങ്കര ഒരു സങ്കടം വരുന്നൊരു കാഴ്ചയായിരുന്നു. ഇപ്പോൾ ഇനി നമുക്കറിയേണ്ടത് ഈ കുങ്കിയാനകൾ നിൽക്കുന്ന ആ സ്ഥലത്താണ് ഈ വെടിയേറ്റ ആന കിടക്കുന്നത്. ആ ആന എങ്ങനെ ഉയർത്തുമെന്നുള്ളത് ഒരു വെല്ലുവിളിയാണ്. JCB ഉൾപ്പെടെ, ക്രെയിൻ ഉൾപ്പെടെ അങ്ങോട്ട് എത്തിക്കുന്നുണ്ട്. ഈ ആനയെ പൊക്കിയെടുത്ത് കൊണ്ടുപോകുക എന്നുള്ളത് ശ്രമകരമായ കാര്യമായിരിക്കില്ലേ? അതെ, ഇപ്പോൾ നിലവിൽ ഈ കുങ്കിയാനകളുടെ ആവശ്യം ഇപ്പോൾ നിലവിൽ വരാൻ സാധ്യത കുറവാണ്. കാരണം എന്ന് വെച്ചാൽ ആനയെ ഈ ക്രെയിൻ ഉപയോഗിച്ച് വടത്തിൽ കെട്ടി പൊക്കി ലോറിയിലേക്ക് കയറ്റുകയേ നടക്കുകയുള്ളൂ. എന്നാൽ പോലും അങ്ങനെ കയറ്റുമ്പോഴും ഇത് ആന ലോറിയിൽ നിൽക്കാനുള്ള സാധ്യത, എടുത്ത് കയറ്റി അവിടെ ആന ലോറിയിൽ നിൽക്കുന്ന സമയത്ത് അവിടെ നിൽക്കാനുള്ള സാധ്യതയുണ്ടോ? കാരണം അത് വീണുപോയി. ഇല്ല, നിലവിലെ സാഹചര്യത്തിൽ ഈ ആന ഇനി എഴുന്നേൽക്കുമെന്ന് തോന്നുന്നില്ല. ഈ മയക്കുവെടിയുടെ ആലസ്യം മാറാതെ അല്ലെങ്കിൽ ആന ആരോഗ്യവാനാകാതെ എഴുന്നേൽക്കാൻ സാധ്യത വളരെ കുറവാണ്. തീർച്ചയായിട്ടും അതാണ് വലിയൊരു ചോദ്യം, അല്ലെങ്കിൽ വലിയൊരു സംശയമായിട്ട് നിൽക്കുന്നത്. ആന വീണു പോയിരിക്കുകയാണ്. ഇനി ഈ ആനയ്ക്ക് ഈ മരുന്ന് നൽകിയിട്ടുണ്ട്, മയങ്ങാനുള്ള മരുന്ന് നൽകിയിട്ടുണ്ട്. ആ മരുന്ന് അതിൻ്റെ ഒരു എഫക്റ്റ് കുറഞ്ഞ് വന്നതിന് ശേഷം മാത്രമേ ഒരു പക്ഷേ ആനയ്ക്ക് എഴുന്നേറ്റ് നിൽക്കാൻ കഴിയൂ. അപ്പോഴും ആനയ്ക്ക് എത്രത്തോളം ആരോഗ്യമുണ്ട് എന്നുള്ളത് ഒരു സംശയമായിട്ട് നിൽക്കുന്നുണ്ട്. എന്തായാലും വലിയ ആശങ്കയിലൂടെ തന്നെയാണ് ഈ മണിക്കൂർ കടന്നു പോകുന്നത്. ഈ മയക്കുവെടിയേറ്റ ആനയുടെ ജീവൻ നിലനിർത്തുമോ അല്ലെങ്കിൽ അതെന്തായിരിക്കും സംഭവിക്കുക എന്നുള്ളത് വലിയൊരു ചോദ്യചിഹ്നമായി നിൽക്കുന്നു. ഏതായാലും ആദ്യത്തെ ദൗത്യം അത് കഴിഞ്ഞിരിക്കുന്നു, ആദ്യ ഘട്ടം കഴിഞ്ഞിരിക്കുന്നു ദൗത്യത്തിന്റെ. ആ ഘട്ടം പിന്നിട്ട് ഇനി എങ്ങനെയാണ് മുന്നോട്ട് പോകേണ്ടത് എന്നാണ്
നമ്മൾ കാത്തിരുന്ന് കാണുന്നത്. ഇപ്പൊ ഫൈസൽ പറഞ്ഞ ഒരു കാര്യമാണ്, ഇനി അത് എഴുന്നേക്കുമോ എന്ന് പറയാൻ കഴിയാത്ത ഒരു സാഹചര്യം തന്നെയാണ്. കാരണം അതിന്റെ ആരോഗ്യസ്ഥിതി അല്ലെങ്കിൽ മോശമാണ്. മയക്കുവെടി വെച്ച് അങ്ങനെ തളർന്നു വീഴുന്നത് നമ്മൾ ഈ അടുത്ത കാലത്തൊന്നും ഇങ്ങനത്തെ ഒരു ദൗത്യത്തിൽ കണ്ടിട്ടുമില്ല. അതുകൊണ്ട് ഇനിയുള്ള ഘട്ടവും വളരെ സങ്കീർണമാണ്, വെല്ലുവിളി നിറഞ്ഞതാണ്. നമുക്ക് നോക്കാം എങ്ങനെയാണ് മനൂപ്പ് പക്ഷെ അതിനെ പ്രേക്ഷകരൊക്കെ പ്രാർത്ഥനയോടെ കാത്തിരിക്കുന്നുണ്ട് കേട്ടോ. പലരും പറയുന്നുണ്ട് പ്രാർത്ഥിക്കുന്നു, എഴുന്നേറ്റാൽ മതിയായിരുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ആളുകൾ ചിലരെങ്കിലും പറയുന്നത് ഒരു ആനയ്ക്ക് വേണ്ടി നിങ്ങൾ ഇത്ര നമ്മളൊരു ജീവനെ രക്ഷപ്പെടുത്താൻ മനുഷ്യൻ നടത്തുന്ന ഒരു പ്രയത്നം കാണിക്കുകയാണ്. അത് ഏറ്റവും നല്ല കാര്യമാണ് നമ്മൾ ചെയ്യുന്നത്. അതുകൊണ്ടാണ് ഈ വാർത്തയ്ക്ക് ഇത്രയധികം പ്രാധാന്യവും ആ കരുതലിന്റെ കാഴ്ച നിങ്ങളുടെ ഹൃദയത്തിൽ സൂക്ഷിച്ചു വെക്കാനും അല്ലേ. നമ്മൾ പറയാറില്ലേ മിണ്ടാപ്രാണി എന്ന്, മിണ്ടാപ്രാണിയാണ്, എന്തെങ്കിലും പറ്റിയാൽ നമ്മളെ നോക്കാനുള്ളൂ എന്നൊരു തിരിച്ചറിവ് കൂടി നമുക്കൊക്കെ ഉണ്ടാകുമ്പോഴാണ് നമുക്ക് നേരത്തെ പറഞ്ഞ ആ പേര് അക്ഷരം തെറ്റാതെ പറയാൻ മനുഷ്യൻ എന്ന് വിളിക്കാൻ പറ്റുന്നതെന്ന് തോന്നുന്നു.